നമസ്കാരം. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ഇന്ന് ഹൈദരാബാദിൽ നിന്ന് ആരംഭിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂർ വന്ന് തങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് അടുത്ത ദിവസം ഹൈദരാബാദിലേക്ക് വന്ന് ഇന്നലെ രാത്രിയാണ് ഹൈദരാബാദിലെത്തുന്നത്. ഇന്ന് ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ഒഫീഷ്യലി ആരംഭിക്കുകയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ 1-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹൈദരാബാദ്. രാവിലെ വീട്ടിൽ വിളിച്ചപ്പോൾ ഹൈദരാബാദിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ പസറട്ടു കഴിക്കണമെന്ന് മുഴങ്ങോടിക്കാർ പറഞ്ഞു. പസറട്ടു ഓർഡർ ചെയ്ത് ഞങ്ങളൊരു ഹോട്ടലിലിരിക്കുകയാണ്. പസറട്ടു എന്നാണ് പെസറട്ടോ എന്നാണ് പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബില്ലിൽ അടിച്ചിരിക്കുന്നത് പസറട്ടു എന്നാണ്. മസാല ദോശ പോലെ തന്നെ ഒരു ഐറ്റമാണ്. ദോശ പസറട്ടു എന്നാണ് ബില്ലിലും അടിച്ചിരിക്കുന്നത്. ഇതാണ് ഐറ്റം. ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ പസറട്ടു. ടേസ്റ്റിൽ നമ്മുടെ സാധാരണ മസാല ദോശയിനേക്കാളും വ്യത്യസ്തമായ ടേസ്റ്റാണ്. കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ചാർമിനാർ ഹൈദരാബാദിൻ്റെ ഒരു സിമ്പലാണ്. ചാർമിനാറിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ 3 സിഗരറ്റുകളാണ് ഓർമ്മയിലുണ്ടായിരുന്നത്. ഒന്ന് പനാമ, ഒന്ന് വിൽസ്, പിന്നെ ഒന്ന് ചാർമിനാർ. ഈ ചാർമിനാർ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ മാത്രം പടമായിട്ട് കണ്ടിരുന്ന ചാർമിനാറിനെ ഞാൻ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. കുത്തബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ രാജാവായിരുന്ന മുഹമ്മദ് കുലി കുത്തബ് ഷാ 1591 ചാർമിനാർ നിർമ്മിച്ചത്. ഇത് നിർമ്മിക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി പല കഥകളുമുണ്ട്. അതിൽ 1-2 കഥകൾ വളരെ രസകരമായതാണ്. ഇവിടെ കോളറ പടർന്നു പിടിക്കുകയും അത് മാറാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെന്നും അത് പിന്നീട് കോളറ തുറച്ച് നീക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉപകാരം സ്മരണ അല്ലെങ്കിൽ ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ട് ഇവിടെ ചാർമിനാർ നിർമ്മിച്ചു എന്നാണ് ഒരു ഭാഷ്യം. പിന്നെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റാണിയെ അദ്ദേഹം കണ്ടുമുട്ടിയത്, ആദ്യമായിട്ട് കണ്ടത് ഇവിടെയാണെന്നും അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ചാർമിനാർ പണി കഴിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അത് പക്ഷേ ഒരു നാടോടി പറച്ചിൽ മാത്രമായിട്ടാണ്. ചരിത്രകാരന്മാരാരും അത് വകവയ്ക്കുന്ന ഒന്നല്ല. മുഹമ്മദ് കുലി കുത്തബ് ഷാ അദ്ദേഹത്തിൻ്റെ രാജധാനി ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായിട്ട് സ്ഥാപിക്കാനുണ്ടായത്. ഇതിന് രാജസദസ്സുകളും ഒക്കെ ഇതിൻ്റെ മുകളിൽ കൂടാറുണ്ടായിരുന്നു. 1824 ഈ മിനാരങ്ങളിൽ ഒന്ന് വീണിട്ടുണ്ട്, ഇടിമിന്നലേറ്റ് വീണിട്ടുണ്ട്. മിനാരങ്ങളെ പറ്റി പറയുമ്പോൾ ചാർമിനാർ എന്ന പേര് വരുന്നത് തന്നെ, ചാർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 4, മിനാരങ്ങൾ, 4 മിനാരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ ചാർമിനാർ എന്ന് വിളിക്കുന്നത്. ചാർമിനാറിൻ്റെ ഒരു മിനാരത്തിൻ്റെ ഉയരം 56 മീറ്ററാണ്. ഒരു വശത്തെ വീതി അല്ലെങ്കിൽ നീളം എന്ന് പറയുന്നത് 20 മീറ്ററാണ്. ചാർമിനാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇൻഡോ മുഗൾ വാസ്തുശില്പ രീതികളെല്ലാം ഫോളോ ചെയ്തിട്ടുള്ളതാണ് ചാർമിനാറിൻ്റെ നിർമ്മിതി. ലൈംസ്റ്റോൺ, മാർബിൾ, ഗ്രാനൈറ്റ്, അങ്ങനെ ഏതാണ്ട് 14,000-ഓളം ടൺ നിർമ്മാണ വസ്തുക്കൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്ന കെട്ടിടം ഇങ്ങനെ ഒരു ഒറ്റ കെട്ടിടമായിട്ട് തോന്നുമെങ്കിൽ ഇതൊരു 4 സ്റ്റോറി, ഒരു 4 നില കെട്ടിടം ഇതിൻ്റെ തട്ടുകളായിട്ടുണ്ട്. അത് നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക.
ഇവിടെ നിന്നും ചാർമിനാറിൻ്റെ അടിയിൽ നിന്നും ഗോൾക്കൊണ്ട ഫോർട്ടിലേക്ക് ഒരു ടണൽ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഇത്തരം കോട്ടകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഒരു കോട്ടയിൽ നിന്ന് മറ്റൊരു കോട്ടയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ കേന്ദ്രത്തിലേക്കുള്ള ടണലുകളെ പറ്റി. പക്ഷേ ഈ ടണലിൻ്റെ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ കൃത്യമായ വഴികൾ എവിടെയാണെന്നൊന്നും രേഖപ്പെടുത്തിയിട്ടായിട്ടും അറിവില്ല. ചാർമിനാറിൻ്റെ മുകളിൽ കാണുന്ന ക്ലോക്ക് ശ്രദ്ധിക്കുക. ഈ ക്ലോക്ക് 1889 6ാമത്തെ നിസാമായിരുന്ന മെഹബൂബ് അലി ഖാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിച്ച ക്ലോക്കുകളാണ്. അന്ന് ചാർമിനാറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വെക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് കൊണ്ടുവന്നതെങ്കിലും അതിൻ്റെ ഒരു ഹാർമണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നീട് 4 ഭാഗത്തും ക്ലോക്കുകൾ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഈ ക്ലോക്കുകൾ ഇന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് നിസാമിൻ്റെ കാലത്ത് വാച്ചും ക്ലോക്കൊക്കെ റിപ്പയർ ചെയ്തിരുന്ന ആ ടെക്നീഷ്യൻസിൻ്റെ 3ാമത്തെ തലമുറയിലെ അംഗങ്ങളാണ് ഇപ്പോഴും ആ ക്ലോക്കുകൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മിനാരത്തിനോട് ചേർന്ന് കാണുന്നത് ഒരു ഭാഗ്യലക്ഷ്മി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാർമിനാർ പോലെയുള്ള ഒരു മദ്രസയും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്തൂപത്തിൻ്റെ അല്ലെങ്കിൽ നിർമ്മിതിയുടെ ഒരു മിനാരത്തിനോട് ചേർന്ന് ഒരു അമ്പലം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് എന്നാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയുന്നില്ല. എങ്കിലും ചില പത്രക്കാർ അതിൻ്റെ മുന്നുള്ള ചാർമിനാറിൻ്റെ മുന്നുള്ള ചിത്രങ്ങൾ എടുത്തിട്ട് അത് ആദ്യകാലത്തുണ്ടായിരുന്നില്ല എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തുടർന്നുള്ള നിർമ്മിതികൾ ഇതുമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും കോൺട്രവേഴ്സിയെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്തെങ്കിലും പുനരുദ്ധാരണമോ അല്ലെങ്കിൽ നിർമ്മിതിയോ എല്ലാം കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. ആർക്കിയോളജി ഓഫ് ഇന്ത്യ ഇത് ഒരു അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണുന്ന ക്യൂ ഇത് ചാർമിനാറിനകത്തേക്ക് കയറാനുള്ള ക്യൂ അല്ല. നേരത്തെ പറഞ്ഞ ഭാഗ്യലക്ഷ്മി ടെമ്പിളിൻ്റെ അകത്തേക്ക് അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഭക്തരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ചാർമിനാറിൻ്റെ അകത്തേക്കുള്ള ക്യൂ 25 രൂപയാണ് എൻട്രൻസ് ഫീ. അത് അപ്പുറത്തുകൂടിയാണ്. അവിടെ തിരക്കൊന്നുമില്ല. ഞാൻ അകത്തേക്ക് കയറിയാണ് ടിക്കറ്റ് എടുത്തത്. ിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് താഴെ വന്ന് ആ ഗളിയിലൂടെ കാണുന്നതുമായ ഒരു പ്രധാന കെട്ടിടം ഈ പുറകിൽ കാണുന്നതാണ്. അതാണ് പ്രസിദ്ധമായ മക്ക മസ്ജിദ്. 2007 മക്ക മസ്ജിദിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റ് എല്ലാവരും ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പിൻവശത്ത് കാണുന്നത് ഒരു സർക്കാർ ആശുപത്രിയാണ്. ഒരു പഴയ കെട്ടിടത്തിൻ്റെ എല്ലാ ഭംഗികളും ഒത്തിണങ്ങിയത് ഒരു ആശുപത്രിയാണെന്ന് കണ്ടാൽ തോന്നില്ല അല്ലേ. ഇത് 1929 അന്നത്തെ അവസാനത്തെ നിസാമായിരുന്ന ഒസാമ അലി ഖാൻ നിർമ്മിച്ച യുനാനി ഷിഫാഖാന എന്ന പേരിൽ നിർമ്മിച്ച ഒരു യുനാനി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആശുപത്രിയായിരുന്നു. ഇന്നിപ്പോൾ അവിടെ യുനാനിയുമുണ്ട്, ഇംഗ്ലീഷ് മെഡിസിനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിഥികൾക്ക് കയറാൻ പറ്റില്ല. ആശുപത്രി ആയിട്ട് തന്നെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഹൈദരാബാദിൽ വന്ന് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഭക്ഷണങ്ങളുടെ അല്ലെങ്കിൽ പാനീയങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒന്ന് പ്രധാനപ്പെട്ടത് ഇറാനിയൻ ചായയാണ്. ഇറാനി ചായ എന്ന് പറയുന്നത്
അന്ന് പഴയ കാലത്ത് ഇറാനിൽ നിന്നായിരുന്നു അതിൻ്റെ തേയില വന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ഇറാനിൽ നിന്ന് തന്നെയാണ് തേയില വരുന്നത്. അതുകൊണ്ടാണ് ഇറാനി ചായ് എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കതിൻ്റെ ആ തേയില നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും. ഇത് അതുപോലത്തെ ഒരു കടയാണ്. ഇവിടുത്തെ മിക്കവാറും കടകളിൽ അങ്ങനെ ഇറാനി ചായ തന്നെയാണ് കിട്ടുന്നത്. ചായ എന്ന് പറഞ്ഞാൽ തരുന്നത് ഈ ഇറാനി പത്തിയിട്ടിട്ടുള്ള അല്ലെങ്കിൽ പൊടിയിട്ടിട്ടുള്ള ഇറാനി ചായ തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ഇറാനി ചായ കുടിക്കാം. As a compliment, you can try this one. Thank you, sir. You know what is this? Tea biscuits. This we call Usmania biscuits. सुमन उससे ट्रेडिशनल वन. Every bakery can make this biscuit. वो चाय के साथ देता Yes, है. correct. वो चाय बिस्किट बोलता है ना, बस चाय के साथ देता है. तो यही है उस्मानिया बिस्किट्स. Just try that one. You want to know the feedback? Oh, it's very soft. Directly you can buy it. അത്രയും സോഫ്റ്റാണ്. ഞാനത് പൊട്ടിക്കാൻ ശ്രമിച്ചു, മുഴുവനായിട്ട് പൊട്ടിപ്പോയി. ഐ ആം സോറി. You should try directly, please. Directly you can taste it. It's very soft. That melt in your mouth. And just now we bake it in an oven inside that. Yadav. दो खजूर बिस्किट दो. ഇത് അരിഞ്ഞു പോകും. നമ്മൾ ഒരു കടി കടിച്ചിട്ട് അടുത്ത കടിക്കാമെന്ന് കഴിഞ്ഞാൽ പറ്റില്ല. ഇത് മുഴുവനായിട്ട് വായിലേക്ക് വെക്കണം, മെൽറ്റായി പോകും. ഉസ്മാനിയ ബിസ്ക്കറ്റ്സ്. This we call Irani tea. ईरानी आपका नाम नहीं बताया? असलम. Yes. असलम भाई, ये पूरा मैं कैसे खाएगा? एक बिस्किट टेस्ट करिए, डेट्स बिस्किट देखिए. आप ही लेते हैं? हम चलता है ये आप खा के देखिए. डायरेक्टली कंट्रोल करता है. ഇത് ഡേറ്റ്സ് ആണ് ഇതിനകത്ത്, ഡേറ്റ് ബിസ്ക്കറ്റ് ആണ് ഇതെല്ലാം. ये सब चाय के साथ देता है ना? यानी अब ये एक पैशन बन चुका है. तो बिस्किट्स खाने के बाद ही लोग चाय पीते हैं. ये तो ट्रेडिशनल बिस्किट है जो हर बेकरी बनाता है. और यहाँ पर हमारे यहाँ पर 31 टाइप का बिस्किट बनता है, जो हर बिस्किट एक नेचुरल डिफरेंट टेस्ट रहता है. और वुड फायर से बनता है ये पूरा बिस्किट. तो खरीद कर लेकर जा सकता है वो भी. कैसा लगा बिस्किट आपको? बहुत बढ़िया. लेट पुट बिस्किट एंड कोकोनट बिस्किट. थोड़ा पूरा खा नहीं सकता इसलिए. थैंक यू. हम लोग केरला से कोकोनट से जितना जो बनाते हैं हमको बहुत अच्छा लगता है. ये ट्राई करिए. ये हनी से बनता है बिस्किट, ओट्स बिस्किट. ഇതാണ് ഇറാനി ചായ്. इरानी चाय का वो पैकेट है ना लस्सी का, वो थोड़ा दिखा सकते हैं? तो ഒരുപാട് പാത്രങ്ങളിലെ ചായ ഒരേ സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാത്രങ്ങൾ കാണാം. ഈ 3 അടുപ്പുകൾ ഗ്യാസിൽ നിന്ന് കത്തുമ്പോൾ അത് കാണുന്നത് ഒരെണ്ണം ഡീസലിൽ നിന്നാണ് അതിൻ്റെ ഫ്യൂവൽ വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അത് കത്തിക്കൊണ്ടേയിരിക്കുന്ന അടുപ്പാണ്. അതൊരു തന്തൂരി സ്റ്റൈലിലുള്ള ഡീസലിൽ ബേൺ ചെയ്യുന്ന ഒരു അടുപ്പാണ്. कितने बिस्किट एक दिन में बनाता है? कितना बिस्किट? सीक्रेट. ഹോട്ട് ഫയർ ഓവൻ ആണ് ഈ കാണുന്നത്. ബിസ്ക്കറ്റ്സ് ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റ് തയ്യാറായതും തയ്യാറാക്കാനുള്ളതും കാജു വാല ഡ്രൈ ഫ്രൂട്ട് മഫിൻ. And look at this. Just now we made this one and we'll have to put inside maximum 15 minutes. They can come out like fresh. 15 मिनट. Only 15 minutes. इसका इंग्रेडिएंट बोल नहीं सकता है ना? No, that was secret. हाँ, लेकिन कितना नंबर्स बनाते हैं वो बोल सकता है ना? That also secret. It's also secret. It's a family business. And in personally we can take care about this one. आप इस फैमिली का मेंबर है? Yes, I'm your owner's son. ओनर सन. ओनर है बाद में पापा डैडी आते हैं, डेली आते हैं. काउंटर पे. नहीं, वो तो मेरे पूरा मैनेजमेंट टीम है. तो डैडी डेली एक तो आते हैं सर्च के लिए. केरला आए हैं आप कभी? नहीं सर, कभी नहीं. यहाँ और डेली कम से कम 200 केरला मेंबर से मिलता हूँ मैं यहाँ. तो केरला जैसा है. केरला के लोग से आइकॉनिक इंडिया है ना सर, सामने 4 मीनार. यहाँ पर टूरिज्म बहुत आता है. अभी देखिए आप गूगल पर हमारा रेटिंग 4.8 स्टार है. मैं क्यों पूछ रहा हूँ, कभी केरला आएगा ना तो हमारे घर पे भी आना. हमारा मेहमान हो. आपका नाम? हाँ, मनोज.
This is a gift for you. താങ്ക് യു സോ മച്ച്. This is for you, sir. Welcome, sir.